ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ടല്ലേ. കുറച്ച് പ്രതിസന്ധികളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ പ്രോഡക്ട്സിനെ പറ്റിയുള്ള പുതിയ അപ്ഡേഷൻസ് ഒന്നും തന്നെ നമ്മൾ ഇത്രയും നാളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ തന്നെ കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. കാര്യം നമ്മൾ റീസെൻ്റ്ലി ഉള്ള ഓർഡേഴ്സുകളുടെ ഒന്നും തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം ആ ഓർഡേഴ്സെല്ലാം ഭയങ്കര ഹറിബറി ആയിരുന്നു. നമുക്ക് 8 മണിക്കാണ് നമ്മുടെ കൊറിയർ ഓഫീസിലേക്ക് വണ്ടി പോകുന്നതെങ്കിൽ നമ്മൾ 8 മണിക്കാണ് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് അയക്കുന്നത്. ഭയങ്കര തിരക്ക് പിടിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് തന്നെ കഴിഞ്ഞ മാസത്തെ ഒരു ഓർഡറായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഓർഡറായിരുന്നു. മസാല കപ്പലണ്ടി, ചിപ്സ്, പിന്നെ മിക്സർ, ദാൽ മിക്സർ, സ്പൈസി മിക്സർ, അങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഐറ്റംസും കുറച്ച് പിക്കിൾസും, അതായത് സ്ക്വിഡിൻ്റെ പിക്കിൾ ഒരു 200 ഗ്രാമും, പിന്നെ പുളിഞ്ചി ഒരു 200 ഗ്രാമും, പിന്നെ ക്ലാം പിക്കിൾ, അതായത് നമ്മുടെ കക്കാർച്ചിയുടെ അച്ചാർ ഒരു 200 ഗ്രാമിൻ്റെയും ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തിപ്പൊടികളായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടികളൊക്കെ നമ്മൾ പൗച്ചിലാണ് പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിക്കറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പ്രത്യേകം ബോട്ടിൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബോട്ടിലാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൗച്ചിൻ്റെ സ്റ്റിക്കറാണ് ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പെർഫെക്ഷൻ ഇല്ലാതെ ഇതിരിക്കുന്നത്. നമ്മുടെ പാക്കേജിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റി പാക്കേജിങ്ങും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സുമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം പറയാൻ കാര്യം, നമ്മുടെ ബോട്ടിൽസൊക്കെ നമ്മൾ നല്ല സെക്യൂർഡായിട്ടാണ് അയക്കുന്നത്. പക്ഷേ നമ്മൾ 200 ഗ്രാമിൻ്റെ ബോട്ടിൽസിനൊന്നും ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. പക്ഷേ 300 ഗ്രാം അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബോട്ടിലൊരു ബ്രേക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് ബോട്ടിൽ കുറച്ച് വലുതായതുകൊണ്ടാണോ അതോ നമ്മുടെ കൊറിയറുകാർ അത് ഹാൻഡിൽ ചെയ്തതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അത് ബ്രേക്കേജ് വന്നു. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതെന്താവും, ഇത് ഗ്ലാസ് ബോട്ടിൽസ് അയക്കുമ്പോൾ അത് ചെല്ലുന്നത് വരെ എന്താണെന്ന് അറിയാത്തൊരു ടെൻഷനാണ്. അതിനുശേഷം ഞാനത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആക്കിയിട്ട് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലയൻറ്റിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം അവർ കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി പാക്കേജിങ് വെച്ചാൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരത് ഗ്ലാസ് ബോട്ടിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ഓർഡേഴ്സ് തൊട്ട് ഞാൻ ഗ്ലാസ് ബോട്ടിൽ തന്നെ ആക്കി വീണ്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബ്രേക്കേജിൻ്റെ ഒരു പ്രോബ്ലം ഉള്ള കാരണം ടെൻഷനാണ്. നമ്മുടെ 200 ഗ്രാം ബോട്ടിൽസ് പഴയത് തന്നെ ആയിരിക്കും. പക്ഷേ 300 ഗ്രാമിൻ്റെ ഞാൻ ചിലപ്പോൾ ഇനി അത് നമ്മുടെ ഫുഡ് ഗ്രേഡിൻ്റെ പ്ലാസ്റ്റിക് തന്നെ ആക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ 200 ഗ്രാമിൻ്റെ അച്ചാറിൻ്റെ ബോട്ടിൽ അറിയാമല്ലോ, നമുക്ക് ഇതല്ല നമ്മുടെ സിഗ്നേച്ചർ ബോട്ടിൽ. അത് പർച്ചേസ് ചെയ്യാൻ നേരത്തെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് വാങ്ങിയൊരു ബോട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് ശ്രീക ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി.